ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഈസ്തെറ്റിക് ട്രേസസ്. കഴിഞ്ഞ ദിവസം വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി ചോദിച്ചിരുന്നു വിൻറ്റേജ് ബുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഇതുപോലെ ഒരു കുട്ടി വിൻറ്റേജ് ബുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഇടുന്നത്. പേജസ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 40 പേജസിൻ്റെ ബുക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് A4 പേപ്പർ എടുത്തിട്ട് 2 തവണ പകുതി മടക്കി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പേപ്പർ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം കത്രിക വെച്ചും കട്ട് ചെയ്യാം. പേപ്പർ കട്ടർ വെച്ച് കട്ട് ചെയ്യുന്നവർ നന്നായിട്ട് ചെരിച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഡാമേജ് ആയി പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിനെ വീണ്ടും നമ്മൾ ഒന്നും കൂടെ പകുതിയാക്കുന്നുണ്ട്. ഇനി വിൻറ്റേജ് പേപ്പേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കോഫി പൗഡർ കലക്കി എടുത്തിട്ടുള്ളത്, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ട് അതിനകത്ത് 2 പാക്കറ്റ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യം ഞാൻ ഇതൊന്ന് മേശമേലൊന്ന് ഒഴിച്ചൊന്ന് കൊടുത്ത് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ അടിയിലും കളർ വരണമല്ലോ. എന്തായാലും അടിയിൽ കളർ ഡിഫറൻസ് ഉണ്ടാവും പേപ്പറിന്, എന്നാലും അതൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം സ്മൂത്തായിട്ടുള്ള സർഫസിൽ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നും ഇതിങ്ങനെ ഓരോ പേജസും ഇതിനകത്ത് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ പേജസും ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേന് നല്ല കളറാവും. ഇതിൻ്റെ എഡ്ജസിൽ കൂടെ കുറച്ചധികം കളറാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കോഫി വെള്ളം ഞാൻ എല്ലാത്തിനെയും സൈഡിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പേപ്പറൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ അതിനകത്തേക്ക് വെക്കുമ്പോഴത്തേനും നല്ല കളർ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പേപ്പർ എത്രമാത്രം കളറായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ബുക്കിന് വേണ്ടിയിട്ടുള്ള പേജസ് എങ്ങനെ ബൈൻഡ് ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്ത പാർട്ടിലിടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ കാണാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.